ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയാണ്. ജയേഷ് ഐശ്വര്യയോട് പറയുകയാണ്, വീടിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഐശ്വര്യ നോക്കണം. അശ്വതിയുടെ കാര്യങ്ങള് ജഗൻജി നോക്കണം. പിന്നെ അഖിലിന്റെ കാര്യങ്ങള് അത് ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞ് അവര് പിരിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. തിരുമുൽപ്പാട് വന്ന് അഖിലിന്റെയും ശ്യാമയുടെയും ജാതകങ്ങൾ നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നോക്കിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജാതകങ്ങളാണിത്. തുടർന്ന് ശ്യാമയെ നോക്കിക്കൊണ്ട് തിരുമുൽപ്പാട് പറയുകയാണ്, ഒരു വലിയ ആളായിരിക്കുന്നത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അതെ, ഞങ്ങളുടെ കമ്പനിയുടെ തലപ്പത്തുള്ള ആളാണ്. ഏയ്, കമ്പനി ജോലിയൊന്നുമല്ല, അതിലും വലിയ സ്ഥാനത്തെത്തുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജാതകം പറയുന്നത്. ശ്യാമയുടെ ശ്രേഷ്ഠതയൊക്കെ നിങ്ങൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭാര്യയും ഭർത്താവുമാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ എന്ന് തിരുമേനി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, തിരുമേനി അവരെ 2 പ്രാവശ്യം കല്യാണം കഴിച്ചവരാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ദാമ്പത്യ ബന്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മുറിയിലാണെങ്കിൽ രണ്ടുപേരും വളരെയേറെ അകലത്തിലാണ്, പക്ഷേ മനസ്സുകൊണ്ട് വളരെയേറെ അടുത്തുമാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ അപ്പച്ചിയോട് ചോദിക്കുകയാണ്, ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? തുടർന്ന് തിരുമുൽപ്പാട് ശ്യാമയോട് ചോദിക്കുകയാണ്, ഒരുപാട് വേദനകൾ അനുഭവിച്ചല്ലേ? തിരുമുൽപ്പാട് പറയുന്നതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് വസുന്ധര പറയുമ്പോൾ തിരുമുൽപ്പാട് പറയുകയാണ്, ജാതകവിധിയിൽ കാണുന്നത് ഇവരുടെ വിവാഹം ഇനി നടക്കാൻ പോകുന്നേ ഉള്ളെന്നാണ്. ഇതുവരെ നടന്നതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. പരസ്പരം ഒന്നു ചേർന്ന 2 മനസ്സുകളെ ദൈവം ഒരേ വീട്ടിലെത്തിച്ചു. 15-ാം തീയതി വ്യാഴാഴ്ച നല്ല ശുഭമുഹൂർത്തമാണ്. ഇത് കേൾക്കുന്ന അഖിലും ശ്യാമയും സന്തോഷത്തോടെ കൈകൾ പിടിക്കുകയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു കല്യാണമാണ് നടക്കാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞതാണ്, എന്നാൽ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം നിഷ്ഠകളൊക്കെ വേണ്ടവരും. എന്താണെങ്കിലും ചെയ്യാൻ തിരുമേനിയെന്ന് വസുന്ധര പറയുമ്പോൾ തിരുമുൽപ്പാട് പറയുകയാണ്, ചെങ്കൽ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യണം. താലികെട്ടിന് മുമ്പ് എന്താണെങ്കിലും ആ പൂജ നടത്തിയിരിക്കണം. ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പൂജ ചെയ്തതിന് ശേഷം മാത്രമേ മടങ്ങി വരാവൂ. ഞങ്ങൾ പോയി പൂജ നടത്താമെന്ന് അഖിൽ പറയുമ്പോൾ വരൻ വേണം പൂജ നിർവഹിക്കാനെന്ന് തിരുമേനി പറയുന്നു. പക്ഷേ തിരുമേനി, എനിക്ക് ഓഫീസിൽ ചുമതലകളൊക്കെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ മോളെ ചടങ്ങ് കഴിയുന്നതുവരെ ഓഫീസ് ജോലിയൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതിയെന്ന് വർമ്മ പറയുന്നു. ആദ്യം നടക്കുന്ന വിവാഹമായി സങ്കല്പിച്ച് തന്നെ വിവാഹ വസ്ത്രങ്ങളൊക്കെ എടുക്കണം. മഞ്ഞച്ചരടിൽ കോർത്ത താലിയും വേണം. എന്നിട്ട് പൂജാമുറിയിൽ പൂജാദ്രവ്യങ്ങളോടൊപ്പം വെച്ച് പൂജയും ചെയ്യണം. പ്രതിശ്രുത വരൻ എല്ലാ ദിവസവും വധുവിന് ഉപചാരങ്ങൾ ചെയ്യണം. തിലകം ചാർത്തലും എണ്ണ ചാർത്തലും അങ്ങനെയൊക്കെ. അതൊക്കെ വരൻ നിർവഹിക്കണമെന്ന് തിരുമേനി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, തിരുമേനി, ഒരു സംശയമുണ്ടായിരുന്നു. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ വിവാഹം മുടങ്ങിയെന്നിരിക്കട്ടെ, അപ്പോൾ എന്തു ചെയ്യണം തിരുമേനി? ഐശ്വര്യയെ, നീ എന്തൊക്കെ ഈ സംസാരിക്കുന്നത് എന്ന് അമൃത ചോദിക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതേ നല്ലതാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. തുടർന്ന് ശ്യാമയോട് തിരുമേനി ചോദിക്കുകയാണ്, കൃഷ്ണനാണ് ഇഷ്ടദൈവമല്ലേ? കൃഷ്ണനെ നന്നായി തന്നെ പ്രാർത്ഥിച്ചോളൂ. തുളസിപ്പൂ അർപ്പിച്ചു തന്നെ പ്രാർത്ഥിക്കണം. കൃഷ്ണ തുളസി തന്നെ ആയിക്കോട്ടെ. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ അഖിലിനെ നോക്കുകയാണ്. അഖില് ഒരു പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ട് ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അരുന്ധതി. എങ്കിലും ആരായിരിക്കും ഈ കൃഷ്ണ തുളസി? ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. തുടർന്ന് അരുന്ധതി ശ്യാമയെ വിളിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സോങ് ട്രെൻഡിങ് ആവുന്നത് ശ്യാമ ശ്രദ്ധിച്ചോ? ഏത് പാട്ടാ മേഡം? ഞാനേ ഓഫീസ് ജോലി വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ആയിട്ടെ അല്പം തിരക്കിലായിരുന്നു. മേഡം ഏത് പാട്ടിനെ കുറിച്ചാ പറയുന്നത്? അത് പിന്നെ ഒരു കൃഷ്ണ തുളസിയുടെ പാട്ട്. പാട്ട് കേട്ടിട്ടെ നിന്റെ അതേ സ്വരം പോലെയുണ്ട്. ഇനി നീ ഞങ്ങളെ പറ്റിച്ച് വേറെ പാടാൻ വല്ലതും പോയി? എന്റെ മേഡം, ഇപ്പോൾ എനിക്ക് പാട്ടെന്ന് കേൾക്കുന്നതേ പേടിയാണ്. തുടർന്ന് അരുന്ധതി പറയുകയാണ്, ആ കൃഷ്ണ തുളസി ഞങ്ങൾക്കെന്ന പോലെ നിനക്കും ഭീഷണി തന്നെയാണ്. നോക്ക് ശ്യാമേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണ തുളസി അങ്ങ് കണ്ടുപിടിക്കണം. മേഡം, ഞാൻ പറയുന്നത് നമുക്കിതങ്ങ് വിട്ടുകളയാമെന്നാ. വിട്ടുകളയാനോ? ഇതേ ഭാവിയിൽ ബാധിക്കുന്ന പ്രശ്നമാ. എന്ത് കാര്യം വന്നാലും ഇത് വിട്ടുകളയുന്ന പ്രശ്നമേ ഇല്ല. മേഡം, ഈ കൃഷ്ണ തുളസിയുടെ പാട്ട് അത്ര ഗംഭീരമാണെന്നാണോ മേഡം പറയുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ്, അതെ, ആ പാട്ട് കേട്ടാലേ നമ്മള് ഉണ്ണാനും ഉറങ്ങാനും വരെ മറന്നുപോകും. അത്രയ്ക്കും മാധുര്യമുള്ള ശബ്ദമാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, താങ്ക് യു മേഡം, താങ്ക് യു. നീ എന്തിനാ ഇപ്പോൾ താങ്ക് യു പറഞ്ഞത്? അത് പിന്നെ മേഡം ആദ്യമായിട്ടാണല്ലോ ഒരാളെ പ്രശംസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്യാമേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണ തുളസി അങ്ങ് പൊക്കണം. ഇല്ലെങ്കിലേ വിസ്മയ്ക്ക് അതൊരു പ്രശ്നമായിരിക്കും. തുടർന്ന് അരുന്ധതി പറയുകയാണ്, ശ്യാമേ, ഞാൻ നിനക്കൊരു അവസരം തരികയാണ്. നീ ആ കൃഷ്ണ തുളസിയെ കണ്ടുപിടിച്ച് അവളുമായിട്ട് ഞങ്ങൾക്കൊരു കരാർ ഒപ്പിടാൻ സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിലേ നിന്നെ ഈ കരാറിൽ നിന്നും ഞാൻ വിമുക്തിയാക്കാം. ശരി മേഡം, ഞാൻ ശ്രമിച്ചു നോക്കാം. അത്രയും പറഞ്ഞ് ശ്യാമ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അരുന്ധതി വിസ്മയോട് പറയുകയാണ്, ശ്യാമയ്ക്കും അറിയില്ലെന്ന് ആ കൃഷ്ണ തുളസി ആരാണെന്ന്. മമ്മി, എനിക്കാകെ പേടി വരുന്നു. നമുക്കെന്തോ അപകടം വരാൻ പോകുന്നെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ആദിയെയും അരുണിനെയുമാണ്. ആദി പറയുകയാണ്, എടാ അരുണേ, നമ്മുടെ അനിയച്ചാരുടെ സമയമേ നല്ല കറക്റ്റ് സമയം തന്നെയാ. അത് ഞാനും പറയാൻ തുടങ്ങുകയായിരുന്നെന്ന് അരുൺ പറയുമ്പോൾ ആദി പറയുകയാണ്, നല്ലൊരു ഭാര്യയെ കിട്ടി. ഭാര്യതേ കമ്പനി ഹെഡ് ആവുകയും ചെയ്തു. ആ
ഇപ്പൊ മൂന്നാമതൊരു കല്യാണവും. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, നീ ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ചിലവ് ചെയ്യണം. എന്താണെങ്കിലും 15-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ചെയ്യാമെന്ന് അഖിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജയേഷ് ചെല്ലുകയാണ്. ജയേഷിനെ കണ്ടയുടൻ തന്നെ സ്നേഹത്തോടെ ജയേഷിന്റെ തോളിൽ കൈവെക്കുകയാണ് ആദി. തുടർന്ന് ദേഷ്യത്തോടെ കൈയെടുക്കാൻ പറയുകയാണ് ജയേഷ്. ഇത് കാണുന്ന അഖില് പെട്ടെന്ന് തന്നെ ആദിയുടെ അടുക്കലേക്ക് വന്നിട്ട് തന്റെ കർച്ചീഫ് എടുത്ത് ആദിയുടെ കൈ തുടക്കുകയാണ്. തൊടാൻ പാടില്ലാത്തവരെ തൊട്ടാലേ കൈയൊക്കെ തുടയ്ക്കണമേട്ടാ. അഖിലെന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ജയേഷ് ചോദിക്കുമ്പോ അഖില് പറയുകയാണ്, നമ്മൾ തമ്മിൽ പഠിക്കുന്ന കാലത്തല്ലേ വിരോധമുണ്ടായിരുന്നത്, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലും വിരോധമുണ്ടായിരുന്നു. അതൊക്കെ മറന്ന് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? അതൊക്കെ പറയാമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റില്ല. എനിക്കിപ്പോൾ നിങ്ങളെ ശത്രുക്കൾ തന്നെയാണെന്ന് ജയേഷ് പറയുകയാണ്. നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ സ്റ്റേഷൻ ചോദിച്ചു വാങ്ങിയത്. മൂന്നാം കല്യാണം നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു, ഒരാശംസ പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പറഞ്ഞതില് ഒരു ഭീഷണി സ്വരമില്ലേ എന്ന് അരുൺ ചോദിക്കുന്നു. ആദ്യം പറയുകയാണ്, അതെ 15-ാം തീയതിയാ കല്യാണം. ഇവനെ എവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വിടുമെന്ന് ആലോചിക്കുകയായിരുന്നു. ഹണിമൂണൊക്കെ ആഘോഷം എവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജയേഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അഖില് ജയേഷിന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, അല്ല ജയേഷ് എന്നെ എവിടേക്ക് പറഞ്ഞു വിടുമെന്നാ പറഞ്ഞത്, പരലോകത്തേക്കാണോ? എങ്കിലേ അങ്ങോട്ടേക്ക് ആദ്യം പോകാൻ പോകുന്നത് ജയേഷ് ആയിരിക്കും. എങ്കിലേ നമുക്കതൊന്ന് കാണാമെന്ന് ജയേഷും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.